യെസ്, ശബരി ദ ട്രാവലറിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശബരി വർക്കലയാണ്. അപ്പോൾ ഇന്ന് എന്താണ് പുതിയൊരു രീതി എന്നായിരിക്കും ചിന്തിക്കുന്നത്. ശരിക്കും ഇന്നൊരു യാത്രാ വിവരണം അല്ലെങ്കിൽ നമ്മുടെ ട്രാവലല്ല ഇന്ന് ചെയ്യുന്നത്. കുറേ കാലമായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ചേട്ടൻ്റെ ഗാഡ്ജറ്റ്സ് ഒന്ന് പരിചയപ്പെടുത്തണമെന്നുള്ളത്. സോ ഇന്ന് അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആ സാധനങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേരെന്ന് പറയുന്നത് ശബരി വർക്കല എന്നാണ് നമ്മളെ വ്ളോഗിലൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ശബരിനാഥ് എസ് എന്നാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഞാൻ തൃശ്ശൂർക്കാരനാണോ വർക്കലക്കാരനാണോ എന്നുള്ളത്. ശരിക്കും എൻ്റെ നാട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ വർക്കല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഒരു 7 വർഷമായിട്ട് തൃശ്ശൂർ സെറ്റിൽഡാണ്. സോ ഇപ്പോൾ ഞാനുള്ളത് തൃശ്ശൂരാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാറുണ്ട്, നാട്ടിൽ നിന്ന് യാത്രകൾ പോകാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുവിധം ഉള്ള എല്ലാവരും നാട്ടിലാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് തൃശ്ശൂർ റെഡ് എഫ് എമ്മിലാണ്. റെഡ് എഫ് എം എല്ലാവർക്കും അറിയാം, 93.5 റെഡ് എഫ് എം. തൃശ്ശൂരുകാർക്ക് അല്ലാതെയും എന്നെ അറിയാം. ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ ചിലരെങ്കിലുമൊക്കെ എൻ്റെ വോയിസ് കേട്ടിട്ടുണ്ടാവും. യെസ്, അപ്പോൾ നമുക്ക് അതൊക്കെ കാര്യത്തിലേക്ക് വരാം. ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേട്ടൻ്റെ ചില വീഡിയോസ് ഭയങ്കര ക്ലാരിറ്റി ആണെന്നാണ്. എന്നാൽ അതുപോലെ ചെറിയ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ്റെ ചില വീഡിയോസിന് ഒട്ടും ക്ലാരിറ്റി ഇല്ലെന്നുള്ളതാണ്. ഇതിന് രണ്ടിനും ഒരാൾ തന്നെയാണ് കാരണക്കാരൻ. ഇദ്ദേഹമാണ് അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത്. ഇതിലാണ് എൻ്റെ വീഡിയോസ് ഞാൻ കൂടുതലും ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് നമ്മുടെ OnePlus എന്ന് പറയുന്ന മൊബൈലാണ്. OnePlusൻ്റെ 6T, അതാണ് ഈ മോഡൽ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വീഡിയോസാണ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ലോ ലൈറ്റ് കുറച്ച് പാടാണ്. ചില സമയങ്ങളിൽ ഇതിൽ ചില വീഡിയോസ് എടുക്കുമ്പോൾ നമുക്കൊരു പിക്സൽ അടിക്കുന്ന കണക്ക് വരും. അല്ലാത്ത സമയത്ത് ഡേ ലൈറ്റിലൊക്കെ അടിപൊളിയായിട്ട് ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വോയിസ് ക്ലാരിറ്റി ഉണ്ട്. അത്യാവശ്യം എൻ്റെ വ്ളോഗൊക്കെ നിങ്ങൾ കാണാറില്ലേ, നല്ല ഓഡിയോ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോസിൻ്റെ ഒരു പ്രധാന സീക്രട്ട് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ്, ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിനകത്തിരിക്കുന്നത് ഗോപ്രോ. നമ്മളെപ്പോഴും ഇതുപോലൊരു പൗച്ചിനകത്തിട്ട് സൂക്ഷിച്ചാലുണ്ടല്ലോ സേഫ് ആയിട്ടിരിക്കും. കാരണം അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എപ്പോഴും താഴെ വീഴാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. കാരണം ഇത്രയല്ലേ ഉള്ളൂ, ചെറിയൊരു ക്യാമറയല്ലേ. കാലം പോയൊരു പോക്കാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഒരു ചെറിയ ക്യാമറയിൽ 4K വരെ ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതെൻ്റെ കയ്യിലിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് GoPro 6 ആണ്. ഇതിൽ അത്യാവശ്യം നല്ല വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ഗിംബലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് GoPro ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ജെർക്കിംഗ് ഒന്നും ഇല്ലാതെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിനുള്ള എനിക്ക് ആകെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നതെന്ന് പറയുന്നത് ഓഡിയോ ക്വാളിറ്റിയാണ്. ഓഡിയോ ക്വാളിറ്റി നമ്മൾ ഈ മൊബൈലിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ഓഡിയോ ക്വാളിറ്റി ഇല്ല. വൈഡ് ആംഗിളൊക്കെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ പ്രധാന ആയുധങ്ങൾ. ഇനി എൻ്റെ മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമറയും ഞാനും തമ്മിൽ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. കനോണിൻ്റെ 6D എന്ന് പറയുന്ന ഫുൾ ഫ്രെയിം ക്യാമറയാണ്. നമുക്കറിയാം, അതായത് ഈ പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പ്രിൻറ്റിങ് മീഡിയയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല പടം കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അന്നേ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ മേടിച്ചത്. 6D ആയിരുന്നു. അന്ന് മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1,20,000 അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ റേറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 7-8 വർഷമായി. അപ്പോൾ ഈ ക്യാമറ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു ക്യാമറയാണ്. ഈവൻ കുറച്ച് പേരെങ്കിലും എന്നെ അറിയാൻ തുടങ്ങിയത് ഈ ക്യാമറയിലൂടെയാണ്. കാര്യം ഒരുപാട് പ്രദേശങ്ങളുടെ നല്ല നല്ല ചിത്രങ്ങൾ പകർത്തിയെടുത്തൊരു ക്യാമറയാണത്. എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഏതൊരു ഫോട്ടോഗ്രാഫറുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് താൻ എടുത്ത പടം ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കവർ പിക്കായിട്ട് വരണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ വർഷം ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു നേട്ടം ഉണ്ടായി. ഈ മന്നവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പിക്ക് നമ്മുടെ മനോരമ എന്ന് പറയുന്ന ട്രാവലർ മാഗസിൻ്റെ കവർ പിക്കായിട്ട് വന്നു. ഞാൻ എടുത്ത പിക്കാണിത്. അല്ലാതെ ഒരുപാട് യാത്രാ വിവരണങ്ങൾ ഇതിനകത്ത് എഴുതാറുണ്ട്. പക്ഷേ എക്കാലവും എനിക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഇത് കേട്ടോ. ഇതൊരുപാട് പേര് എനിക്ക് തോന്നുന്നു ഈ ചിത്രങ്ങൾ കണ്ടിട്ട് മന്നവന്നൂർ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് 6D, കനോൺ 6D, നല്ലൊരു ക്യാമറയാണ്. ഇനി നമുക്ക് ഗിംബൽ. യെസ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഗിംബൽ എന്ന് പറയുന്നത്, ഈ മൊബൈൽ വെക്കാനായിട്ട്. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ജെർക്കിംഗ് ഒന്നും ഇല്ലാതെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ വില വളരെ കുറവാണ്. ഇമേജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇമേജും അത് കണക്ക് തന്നെ കൊഡാക്കിൻ്റെ രണ്ടിൻ്റെയും ഗിംബൽ അവിടെ ഉണ്ടായിരുന്നു. ഞാനിതെടുത്തു. ഇതിന് 5800 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അത്രയും വില കുറവായിരുന്നു കേട്ടോ ഈ ഗിംബൽ. ഇപ്പോൾ ഏകദേശം 1.5 വർഷമാവുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ആശ. ഈ ഇമേജ് എന്നാണ് ഇതിൻ്റെ പേര്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇത് അത്യാവശ്യം വെയിറ്റുള്ള സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി കിട്ടും ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹോൾഡർ എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഹോൾഡറാണ്. പണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇതാണ്. ഈ സംഭവം എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. ഇതൊരിക്കലും മൊബൈൽ നമുക്കിങ്ങനെ ഒരു കംഫർട്ടായിട്ട് ഇതിനകത്ത് ഇരിക്കണമെന്നില്ല. ഇതിങ്ങനെ എപ്പോഴും സ്ലിപ്പായി താഴെ പോകും. അങ്ങനെ ഒരു 2 തവണ എൻ്റെ മൊബൈൽ താഴെ പോയപ്പോൾ ഞാൻ ആശാനെ പതുക്കെ അങ്ങ് മാറ്റി. അപ്പോൾ ഇതുള്ളവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഹോൾഡർ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് സേഫായിട്ട് മൊബൈൽ ഇരിക്കും. നമ്മൾ ഒന്നാമത് അറിയാമല്ലോ, നമ്മളിപ്പോൾ എല്ലാവരും വാങ്ങുന്ന അല്പം വില കൂടിയ മൊബൈലും വീണാൽ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോകുന്ന മൊബൈലുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സേഫായിട്ടുള്ള മൊബൈൽ ഹോൾഡേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ കംഫർട്ട് തരും. യെസ്, ഇനി ഒരു അല്പം വെള്ളം കുടിക്കട്ടെ. ഭയങ്കര വെള്ളം ദാഹം. അതുകൊണ്ടോ ഇവിടെ കംപ്ലീറ്റ് മറ്റേ ഈ മണ്ണിനോട് അടുപ്പമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. മണ്ണിൻ്റെ കൂജയിലൊക്കെയാണ് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും മണ്ണിലൂടെ നടക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു അഹങ്കാരമൊന്നും വരത്തില്ല. ഈ കുടിക്കുന്നതും പ്ലാസ്റ്റിക് കപ്പല്ല കേട്ടോ, ഗ്ലാസിൻ്റെ കപ്പാണ്. ഇനിയുള്ളതെന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗോപ്രോയുടെ ഒരു ഹാൻഡിലാണ്. ഇത് അത്യാവശ്യം നമുക്ക് പോകുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ ഇതിൻ്റെ അറ്റത്ത് ഞാനൊരു ഗ്ലാസ് കവർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വാട്ടർ പ്രൂഫാണ്, അതായത് ഇതിനകത്ത് വെള്ളമൊന്നും കയറത്തില്ല. അപ്പോൾ നമ്മുടെ സുരുളിപ്പെട്ടി വീഡിയോ കണ്ടവർക്കറിയാം, അതിനകത്ത് നമ്മൾ മറ്റേ ഫിഷ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് കാട്ടിനകത്ത് വെള്ളത്തിനകത്ത് ഈ ക്യാമറ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളത്തിനകത്ത് ഇറക്കിയിട്ടിരിക്കുകയാണ് ചെയ്തത്. ഇതും ഒരു നല്ല സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ ഞാനിപ്പോൾ മറന്നുപോയി. അതുപോലെ ഈ വാട്ടർ പ്രൂഫ് കേസ് നിങ്ങൾ മേടിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ മഴയത്തൊക്കെ പോകുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അത് കണക്ക് നമുക്ക് അണ്ടർ വാട്ടർ ഷൂട്ടൊക്കെ നടത്തുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇതിന് ഏകദേശം ഒരു 400-500 രൂപ കൊണ്ട് വിലയുണ്ടായിരുന്നു. നല്ല സാധനമാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് പറയുന്നത്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, യൂട്യൂബ് വരുമാനം കൊണ്ട് നമ്മൾ അത് മേടിച്ചു, യൂട്യൂബ് വരുമാനം കൊണ്ട് നമ്മൾ ഇത് മേടിച്ചു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടാറുണ്ട്. ഞാനും എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ വാങ്ങിയിട്ടുണ്ട്. മാവിക് മിനി എന്ന് പറയുന്ന ഡ്രോണാണ് വാങ്ങിയത്. നല്ല ഡ്രോണാണ്, അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഡ്രോണാണ്. അതുപോലെ ഇതിനൊരു കോംബോ സെറ്റാണ്, അതായത് 3 ബാറ്ററി, ചാർജർ, റിമോട്ട്, ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോൺ പറത്തുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. മാക്സിമം ഒരു ബാറ്ററി ഒരു 20 മിനിറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അത് പോരാ. നമുക്ക് ഈ ഒരു ട്രാവലിനൊക്കെ പോകുമ്പോൾ എങ്ങനെയായാലും നമുക്കൊരു 4-5 മണിക്കൂർ ഷൂട്ട് ചെയ്യേണ്ടി വരും. അതിനായിട്ടാണ് അവർ ഈ കോംബോ കിറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വില, ഈ കിറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് ഇതേ ഒരു പൗച്ചുണ്ട്, ഒരു വലിയ ബാഗുണ്ട്. ഈ ബാഗും എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്നത്, ഇതിലിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 59,000 ആണ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല റേഞ്ചാണെന്ന് തോന്നുന്നു. ഒരു 53 തൊട്ട് 59 വരെ പല സ്ഥലങ്ങളിൽ കിട്ടാനുണ്ട്. പണ്ട് കാലത്ത് വളരെ കഷ്ടപ്പെട്ട് സിനിമകളിലൊക്കെ ഹെലികോപ്റ്ററൊക്കെ റെൻറ്റിനെടുത്തിട്ടായിരുന്നു പോയി ഷൂട്ട് ചെയ്യുന്നത്. അന്നത്തെ കാലം മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയി ഇപ്പോൾ സംഭവം. ഇതിൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ വിടർത്താം. യെസ്, കണ്ടോ, മറ്റേ 8 കാലി കണക്കുണ്ടല്ലേ ഇപ്പം വിടർത്തിപ്പം. പക്ഷേ അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ ഇതിനെ ഇനി ഫ്ലൈ ചെയ്യിച്ചുള്ള വീഡിയോകളിൽ വരും കാലങ്ങളിൽ കാണാം. യെസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ഈ റിമോട്ട് വെച്ചാണ് നമുക്കതിനെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജറാണ്. ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് അറ്റ് എ ടൈം തന്നെ 3 ബാറ്ററി ചാർജ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഡ്രോണിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറയാം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ എല്ലാ യാത്രകളിലും ഇതൊന്നും എടുത്തില്ലെങ്കിലും, ക്യാമറ എടുത്തില്ലെങ്കിലും, ഗോപ്രോ എടുത്തില്ലെങ്കിലും, മൊബൈൽ എടുത്തില്ലെങ്കിലും, എൻ്റെ എല്ലാ യാത്രകളിലും എപ്പോഴും ഞാൻ കൊണ്ടുപോകുന്ന ഒരു സാധനമുണ്ട്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ സാധനം. ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ വെള്ള സാധനം ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഇതൊന്നുമില്ല, ഉപ്പാണ് സംഭവം, ഉപ്പ്.
ഇതെൻ്റെ യാത്രകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും അട്ടകൾ കാണും, അട്ടകടി കൊള്ളാറുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് കൊണ്ടുപോകുന്നത്. അതിന് ഏറ്റവും പറ്റിയ മരുന്നാണ് കേട്ടോ. ഇച്ചിരി ഉപ്പ് എടുത്തിട്ട് അത് ആ കടിച്ച സ്ഥലത്തങ്ങ് ഇട്ട് കൊടുത്താൽ അത് ആ പിടി അങ്ങ് വിടും. ഇല്ലെങ്കിൽ ചിലർ നമ്മൾ അറിയാത്തവർ അതിനെ വലിച്ചെടുത്താൽ അതിൻ്റെ കൊമ്പ് അകത്ത് കാണും. അപ്പോൾ ഇത് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അത് കണക്ക് തന്നെ നമുക്ക് നല്ല ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ കാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ നനവുള്ള പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനൊരു ഉപ്പിൻ്റെ ടിൻ കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രാവൽ വീഡിയോസ് നെക്സ്റ്റ് വീക്ക് തൊട്ട് വീണ്ടും വരും. ഇത്തവണ എല്ലാവരും ഈ ഗാഡ്ജറ്റ്സ് ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസ് പൊള്ളിയാണ് കേട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വീഡിയോസാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയുമാണ് എൻ്റെ വീഡിയോസ്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള ഓളും കൂടെ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടത്തുള്ളൂ. അതൊന്ന് ദയവ് ചെയ്ത് എല്ലാവരും ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഒരു കിടിലം എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം.